ബിജെപിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ ചുമതലയേറ്റു. ദില്ലി ബിജെപി ആസ്ഥാനത്തൊരുക്കിയ വിപുലമായ ചടങ്ങിലാണ് പുതിയ വർക്കിംഗ് പ്രസിഡന്റ് ചുമതലയേറ്റത്. ജെ.പി. നദ്ദയും അമിത്ഷായും ബിജെപി നേതാക്കളുമൊക്കെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, അപ്രതീക്ഷിതമായ ഒരു എലവേഷൻ നിതിൻ തന്നെ ഞെട്ടിയിട്ടുണ്ടാകുമല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെ കരുതണം. കാരണം പല പേരുകളാണ് പറഞ്ഞു കേട്ടിരുന്നത്. മുതിർന്ന കേന്ദ്രമന്ത്രിമാരുടെ പേരുകൾ വരെ ഉണ്ടായിരുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ ആകുമോ, വേറെ ഏതെങ്കിലും പ്രധാന നേതാക്കളാകുമോ എന്നൊക്കെയായിരുന്നു ചർച്ച. പക്ഷേ അപ്രതീക്ഷിതമായാണ് നേതാക്കൾ തന്നെ അമ്പരന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതും ബീഹാറിലെ 45 വയസ്സുകാരനായ ഒരു നേതാവ് മന്ത്രിയായി ചുമതലയേറ്റതാണ് കഴിഞ്ഞ മാസം ഈ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പിന്റെ ചുമതലയാണ് വഹിച്ചുകൊണ്ടാണ് മന്ത്രിസ്ഥാനമേറ്റത്. അങ്ങനെ ഒരാൾ സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. തലമുറ മാറ്റത്തിന്റെ സൂചന എന്നാണ് നേതാക്കൾ പറയുന്നത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ചെറുപ്പക്കാരനായ കഠിനാധ്വാനിയായ ഒരു നേതാവ് വരുന്നതിന്റെ ഊർജം പാർട്ടിക്കുണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും അങ്ങനെ ഒരു നേതൃമാറ്റത്തിലേക്ക്, തലമുറ മാറ്റത്തിലേക്ക് ബി.ജെ.പി. പോകുന്നു. സമാനമായി 2019 ജെ.പി. നദ്ദ വർക്കിംഗ് പ്രസിഡന്റായി വരുന്നു. 2020 ദേശീയ അധ്യക്ഷനായി അദ്ദേഹത്തിന് നിയമനം നൽകുന്നു. സമാനമായി അതേ മാതൃകയിൽ അടുത്ത വർഷമോ ദീർഘകാലമല്ലാതെ തന്നെ അടുത്ത സമയങ്ങളിൽ തന്നെ നിതിൻ നബിനെ ദേശീയ അധ്യക്ഷനായി നിയമിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ദേശീയ ആസ്ഥാനത്തേക്ക്, ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അമിത്ഷായും ജെ.പി. നദ്ദയും അടക്കമുള്ള മുതിർന്ന കേന്ദ്രമന്ത്രിമാരും നേതാക്കളും പുതിയ വർക്കിംഗ് പ്രസിഡന്റിനെ ആനയിക്കാനും സ്വീകരിക്കാനുമായി ബി.ജെ.പി. ആസ്ഥാനത്തെത്തിയിരുന്നു. ഏതായാലും വലിയ ആഘോഷമായി തന്നെയാണ് പരിപാടികൾ നടന്നത്. ഇനി അടുത്ത വെല്ലുവിളി എന്ന ചോദ്യത്തിന് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും പാർട്ടിക്ക് അധികാരം പിടിക്കുക എന്നുള്ളതാണ്, ഭരണം നേടുക എന്നുള്ളതാണ് അടുത്ത വെല്ലുവിളി വർക്കിംഗ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും വലിയൊരു തലമുറ മാറ്റത്തിലേക്ക് ബി.ജെ.പി. കടന്നിരിക്കുന്നു. നിർണായകമായ ഒരു തീരുമാനമാണ് ബി.ജെ.പി. എടുത്തിരിക്കുന്നതും. സുജയ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. തലമുറ മാറ്റത്തിലേക്ക് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു ദേശീയ അധ്യക്ഷൻ വേറെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിപ്പിക്കുകയാണ് 45-കാരനായ നിതിൻ നബീനിലൂടെ.